എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും മോളിവുഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ജൂൺ മാസം 27-ാം തീയതി. ഇന്ന് OTT റിലീസായതും ഇനി റിലീസാവാൻ പോകുന്ന മൂവികളെ കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ പങ്കുവയ്ക്കുന്നത്. ഇതുപോലുള്ള വീഡിയോസ് ലഭിക്കുന്നതിന് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫസ്റ്റ് ഒരു തെലുങ്ക് മൂവിയാണ് മരീചിക. സതീഷ് കാസെട്ടി സംവിധാനം ചെയ്ത് 2026 മെയ് മാസത്തിൽ റിലീസ് ചെയ്ത ഒരു സൈക്കോളജിക്കൽ ക്രൈം മിസ്റ്ററി ത്രില്ലർ സിനിമയാണ് മരീചിക. അനുപമ പരമേശ്വരൻ, റെജീന കസാൻഡ്ര, വിരാജ് അശ്വിൻ എന്നിവരാണ് ഇതിൽ പ്രധാന വേഷങ്ങളെത്തുന്നത്. ഒരു സൂപ്പർ മാർക്കറ്റിൽ വെച്ച് വെങ്കടലക്ഷ്മിയും മരീചികയും തമ്മിൽ പരിചയപ്പെടുന്നതും ലക്ഷ്മി വഴി മരീചിക സഞ്ജുവിനെ പരിചയപ്പെടുകയും അങ്ങനെ മരീചികയും സഞ്ജുവും തമ്മിൽ പ്രണയത്തിലാവുകയും ചെയ്യുന്നു. സ്വന്തം പ്രണയം നഷ്ടപ്പെട്ട സഞ്ജു അവർക്കിടയിലെ പ്രണയത്തിന്റെ വഴിവിളക്കായി മാറുന്നു. അങ്ങനെ ഒരു ദിവസം സഞ്ജു കൊല്ലപ്പെടുന്നതും അതിനോടനുബന്ധിച്ചുണ്ടാകുന്ന കേസ് അന്വേഷണവുമാണ് ഈ സിനിമയുടെ പ്രധാന ഇതിവൃത്തം. തെലുങ്കു, ഹിന്ദി, തമിഴ് ഭാഷകളിൽ ആമസോൺ പ്രൈം വീഡിയോസിലൂടെ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അടുത്തത് ഒരു മലയാള മൂവിയാണ് ഹയ. വാസുദേവ് സനൽ സംവിധാനം ചെയ്ത് 2022 പുറത്തിറങ്ങിയ ഒരു ക്യാമ്പസ് മ്യൂസിക്കൽ ത്രില്ലർ ചിത്രമാണ് ഹയ. പ്രണയം, പ്രണയപ്പക, സൗഹൃദം, കുടുംബബന്ധങ്ങൾ എന്നിവയാണ് ഈ സിനിമയിൽ ചർച്ച ചെയ്യുന്നത്. KR ഭരത്, ചൈതന്യ പ്രകാശ്, ഗുരു സോമസുന്ദരം എന്നിവരാണ് ഇതിൽ പ്രധാന വേഷങ്ങളെത്തുന്നത്. മനോരമ മാക്സിലൂടെ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അടുത്തത് ഒരു ദക്ഷിണ കൊറിയൻ വെബ് സീരീസ് ആണ് ദ ഈസ്റ്റ് പാലസ്. ആകെ 8 എപ്പിസോഡുകളുള്ള ഒരു ഡാർക്ക് ഫാന്റസി വെബ് സീരീസ് ആണ് ദ ഈസ്റ്റ് പാലസ്. ഒരു സാങ്കല്പിക ചരിത്ര പശ്ചാത്തലത്തിൽ നടക്കുന്ന കഥയാണിത്. ഒരു കൊട്ടാരത്തിലെ രാജകുമാരന് ക്രൂരമായ ശാപം കിട്ടുകയും അതിനോടനുബന്ധിച്ച് കൊട്ടാരത്തിനകത്ത് നടക്കുന്ന ഭീതിജനകമായ അമാനുഷിക സംഭവങ്ങളുമാണ് ഈ സീരീസിന്റെ പ്രധാന ഇതിവൃത്തം. നെറ്റ്ഫ്ലിക്സിലൂടെ ജൂലൈ മാസം 17 മുതൽ ഹിന്ദി, തമിഴ്, തെലുങ്ക്, ഇംഗ്ലീഷ് എന്നീ ഭാഷകളിൽ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്ത മലയാള മൂവി മോളിവുഡ് ടൈംസ്. അഭിനവ് സുന്ദർ നായക്കാണ് ഈ മൂവി സംവിധാനം ചെയ്തിരിക്കുന്നത്. നെസ്ലിൻ കേന്ദ്ര കഥാപാത്രമായി എത്തിയ ഈ സിനിമ ഒരു സൈക്കോളജിക്കൽ ഡാർക്ക് കോമഡി ചിത്രമാണ്. ആഷിഖ് ഉസ്മാൻ നിർമ്മിച്ച ഈ സിനിമയിൽ നസ്ലിനെ കൂടാതെ ഷറഫുദ്ദീൻ, സംഗീത് പ്രതാപ്, റോഷൻ ഷാനവാസ്, ഗോപിക രമേശ്, വിനീത് ശ്രീനിവാസൻ, ബേസിൽ ജോസഫ് എന്നിങ്ങനെ ഒരു വലിയ താരത്തെ തന്നെ ഈ ചിത്രത്തിൽ അണിനിരക്കുന്നുണ്ട്. ഇപ്പോഴത്തെ ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത് ജിയോ ഹോട്ട്സ്റ്റാർ ആണ്. ജൂലൈ മാസം 3-ാം തീയതി മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി എന്നീ ഭാഷകളിൽ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തത് ഒരു മലയാള മൂവിയാണ് കറക്കം. ശ്രീനാഥ് ബാസി, ഫെമിന ജോർജ് എന്നിവരാണ് ഇതിൽ പ്രധാന വേഷങ്ങളെത്തുന്നത്. സുഭാഷ് ലളിത സുബ്രഹ്മണ്യൻ സംവിധാനം ചെയ്ത ഒരു മ്യൂസിക്കൽ ഹൊറർ കോമഡി ചിത്രമാണ് കറക്കം. ഒരു ലോഡ്ജിന്റെ പശ്ചാത്തലത്തിലാണ് സിനിമ അണിയിച്ചൊരുക്കിയിരിക്കുന്നത്. ഒരു ന്യൂ ഇയർ പാർട്ടിയിൽ ഉണ്ടാകുന്ന അടിപിടിക്ക് ശേഷം ധനുഷും കാജായും ചേർന്ന് പേടിച്ചോടുന്നത് തൊട്ടടുത്തുള്ള ഒരു പള്ളി സെമിത്തേരിയിലേക്കാണ്. മദ്യലഹരിയിൽ ഇവർ 5 കുരിശുകൾ മണ്ണിൽ നിന്ന് വലിച്ചൂരുന്നു. ഇതുമൂലമുണ്ടാകുന്ന സംഭവവികാസങ്ങളാണ് ഈ സിനിമയുടെ പ്രധാന ഇതിവൃത്തം. സോണി ലിവ് ആണ് ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. ജൂലൈ മാസം ഫസ്റ്റ് വീക്കോടെ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അടുത്തത് ഒരു തമിഴ് മൂവിയാണ് മൂൺറാം കൺ. സാഗോ ഗണേശന്റെ സംവിധാനത്തിൽ വിദാർത്ഥ്, സന്തോഷ് പ്രതാപ്, കലൈരശൻ, ത്രിഗുൺ എന്നിവർ പ്രധാന വേഷങ്ങളെത്തിയൊരു ക്രൈം, മിസ്റ്ററി, സസ്പെൻസ് ത്രില്ലർ മൂവിയാണ് മൂൺറാം കൺ. ഒരു ഫാക്ടറിയിലെ ക്രൂരനും എല്ലാവരും ഭയപ്പെടുന്ന ആളുമായ ജനറൽ മാനേജർ പെട്ടെന്നൊരു ദിവസം കൊല്ലപ്പെടുന്നതും അതിനോടനുബന്ധിച്ചുണ്ടാകുന്ന കേസ് അന്വേഷണങ്ങളുമാണ് ഈ സിനിമയുടെ പ്രധാന പ്രമേയം. സൺനെക്സിലൂടെ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അടുത്തതൊരു മലയാള മൂവിയാണ് മറുവശം. അനുറാം കഥ എഴുതി സംവിധാനം ചെയ്ത് ഷഹീൻ സിദ്ദീഖ്, പ്രശാന്ത് അലക്സാണ്ടർ, ശ്രീജിത്ത് രവി, കൈലാഷ് എന്നിവർ പ്രധാന വേഷങ്ങളെത്തിയൊരു ഫാമിലി ഇമോഷണൽ ത്രില്ലറാണ് മറുവശം. ലഹരി മാഫിയ ഇരയാക്കുന്ന ഒരു കുടുംബത്തിന്റെ അതിജീവനവും വ്യവസ്ഥിതികളോട് പോരാടുന്ന ഒരു അച്ഛന്റെ വൈകാരികമായ യാത്രയുമാണ് ഈ സിനിമയുടെ പ്രധാന ഇതിവൃത്തം. മനോരമ മാക്സ് ഈ മൂവിയുടെ കമ്മിങ് സൂൺ പോസ്റ്റർ പുറത്തുവിട്ടിട്ടുണ്ട്. അടുത്ത ആഴ്ച സ്ട്രീമിംഗ് ആരംഭിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അടുത്തൊരു ഹിന്ദി മൂവിയാണ് മേം വാപ്പസ് ആവൂങ്ക. ഇംതിയാസ് അലി സംവിധാനം ചെയ്ത് നസറുദ്ദീൻ ഷാ, ദിൽജിത്ത് ദോസഞ്ച്, ഷർവാരി എന്നിവർ പ്രധാന വേഷങ്ങളെത്തിയ ഒരു ഇമോഷണൽ റൊമാൻറ്റിക് ചിത്രമാണ് മേം വാപ്പസ് ആവൂങ്ക. ഇന്ത്യ പാകിസ്ഥാൻ വിഭജനത്തിന്റെ പശ്ചാത്തലത്തിൽ ഓർമ്മകളും നഷ്ടപ്രണയവും പ്രമേയമാക്കി ഒരു വൈകാരികമായ ഡ്രാമ ചിത്രമാണിത്. ഹൃദയസ്പർശിയായ സിനിമകൾ ഇഷ്ടപ്പെടുന്നവർക്ക് ഇതൊരു മികച്ച അനുഭവമായിരിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. നെറ്റ്ഫ്ലിക്സ് ആണ് ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. ഓഗസ്റ്റ് മാസം 7-ന് OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കുമെന്നുള്ള അൺഒഫീഷ്യൽ റിപ്പോർട്ടുകളുണ്ട്. അടുത്തൊരു ആനിമേഷൻ വെബ് സീരീസ് ആണ് X-Men 97 സീസൺ 2. ഈ ആനിമേറ്റഡ് സൂപ്പർ ഹീറോ സയൻസ് ഫിക്ഷൻ ആക്ഷൻ അഡ്വഞ്ചർ സീരീസ് ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ ജൂലൈ 1 മുതൽ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തതൊരു മലയാളം വെബ് സീരീസ് ആണ് മുത്തശ്ശി. പുരാതനമായ ആചാരങ്ങളും ശാപങ്ങളും നിറഞ്ഞ ഈ ഗ്രാമത്തിൽ അമാനുഷിക ശക്തികളുടെ പിടിയിലകപ്പെടുന്ന മകനെ രക്ഷിക്കാനുള്ള ഒരു അമ്മയുടെ പോരാട്ടമാണ് ഈ സീരീസിന്റെ പ്രധാന ഇതിവൃത്തം. ഈ മലയാളം ഒറിജിനൽ ഹൊറർ മിസ്റ്ററി വെബ് സീരീസ് ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ ജൂൺ 26-ാം തീയതി റിലീസ് ചെയ്യുമെന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നെങ്കിലും ആ ഡേറ്റ് ചേഞ്ച് ചെയ്തിരിക്കുകയാണ്. പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ജൂലൈ മാസം 3-ാം തീയതിയാണ് ഈ സീരീസ് OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കുക. അടുത്തൊരു ഹിന്ദി മൂവിയാണ് പതി പത്നി ഓർ വോദോ. മെയ് മാസം 15-ന് റിലീസ് ചെയ്ത ഈ കോമഡി മൂവിയിൽ ആയുഷ്മാൻ ഖുറാന, വാമിക ഗപ്പി, സാറ അലി ഖാൻ തുടങ്ങിയവരാണ് ഇതിൽ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. നെറ്റ്ഫ്ലിക്സ് ആണ് ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. ജൂലൈ മാസം 10-ാം തീയതി OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അടുത്തത് വളരെയധികം ജനപ്രീതി ആർജിച്ച ഒരു അമേരിക്കൻ ആക്ഷൻ അഡ്വഞ്ചർ വെബ് സീരീസ് ആണ് ഔട്ടർ ബാങ്ക്സ്. ഔട്ടർ ബാങ്ക്സ് പരമ്പരയിലെ ഫൈനൽ സീസണാണിത്. ഈ ഹിറ്റ് ആക്ഷൻ അഡ്വഞ്ചർ സീരീസ് ഓഗസ്റ്റ് മാസം 20 മുതൽ നെറ്റ്ഫ്ലിക്സിലൂടെ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. ഇതൊരു തമിഴ് മൂവിയാണ് പരിമള ആൻഡ് കോ. പാണ്ഡ്യരാജ് സംവിധാനം ചെയ്ത് ജയറാം, ഉർവശി, യോഗി ബാബു എന്നിവർ പ്രധാന വേഷങ്ങളെത്തിയൊരു കോമഡി ത്രില്ലർ ചിത്രമാണ് പരിമള ആൻഡ് കോ.
ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത് C5 ആണ്. ജൂലൈ മാസം ലാസ്റ്റ് കൂടെ OTT സ്ട്രീമിംഗ് ആരംഭിക്കുമെന്നുള്ള അൺഒഫീഷ്യൽ റിപ്പോർട്ടുകളുണ്ട്. അടുത്തത് നെറ്റ്ഫ്ലിക്സിലൂടെ റിലീസിന് ഒരുങ്ങുന്ന ഒരു ഹിന്ദി മൂവിയാണ് ഇക്ക. സണ്ണി ഡിയോൾ, അക്ഷയ് ഖന്ന എന്നിവരാണ് ഇതിൽ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. സിദ്ധാർത്ഥ് P മൽഹോത്ര സംവിധാനം ചെയ്ത ഒരു കോർട്ട് റൂം ഡ്രാമ ലീഗൽ ത്രില്ലറാണ് ഇക്ക. 29 വർഷങ്ങൾക്ക് ശേഷം സണ്ണി ഡിയോളും അക്ഷയ് ഖന്നയും വീണ്ടും ഒന്നിക്കുന്ന എന്ന പ്രത്യേകതയും ഈ സിനിമയ്ക്കുണ്ട്. ഇവരെ കൂടാതെ ദിയ മിർസ, തിലോത്തമ ഷോം, സഞ്ജീത ഷെയ്ഖ് എന്നിവരും ഇതിൽ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്യുന്നു. നെറ്റ്ഫ്ലിക്സിലൂടെ ജൂലൈ മാസം 10 തീയതി മുതൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്ത മലയാളം മൂവി ബാൾട്ടി. ഷെയ്ൻ നിഗം, ശാന്തനു ഭാഗ്യരാജ് എന്നിവർ പ്രധാന വേഷങ്ങളെത്തിയ ഒരു ആക്ഷൻ ഡ്രാമ ഫിലിമാണ് ബാൾട്ടി. ഉണ്ണി ശിവലിംഗം സംവിധാനം ചെയ്ത ഈ സിനിമയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത് ആമസോൺ പ്രൈം വീഡിയോസ് ആണ്. ഈ മൂവിയുടെ OTT റിലീസ് ഡേറ്റ് ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും അടുത്ത മാസം സ്ട്രീമിംഗ് ആരംഭിക്കുമെന്നുള്ള അൺഒഫീഷ്യൽ റിപ്പോർട്ടുകളുണ്ട്.